ഹലോ 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 ആരായിരുന്നു? ഞാൻ അഭിരാമിയ. എടാ, ഞാൻ കുറെ ആലോചിച്ചു. ഇത് ശരിയാവില്ല, ഇത് വർക്കൗട്ട് ആവില്ല. ഇത് പിന്നെ നമ്മൾ കുറച്ചാൾ കാണാണ്ടിരുന്നാൽ തന്നെ ഈ ഇഷ്ടമൊക്കെ പോകും. എടി, നീ കുറെ നാട്ട് എന്നോട് ഇതന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കണം. മറ്റെന്റെ ഇഷ്ടം പോയോ? ഇല്ലല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ട? കുറച്ച് സമയം, അത്രയല്ലേ ഉള്ളൂ. അത് നീ എടുത്തോ. അത് നീ റിലേഷൻഷിപ്പ് വേണ്ട അങ്ങനെ പറയരുത്. നീ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് ഒറ്റ കോള് വിളിച്ചാൽ മതി. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോളാം. നീ ഒന്ന് ആലോചിക്കും. എന്തായിരുന്നു? ഹലോ 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 ചേട്ടാ, ചാർജർ ഉണ്ടോ? ലൈറ്റിംഗ് ചാർജർ പോയെടുക്കാം. ബ്രോ മച്ചാനെ, അല്ല പേടിക്കണ്ട, സാഹചര്യമല്ല. ചാർജർ ഉണ്ടോ? ചാർജർ ലൈറ്റ്നിങ് ആണ്. എൻ്റെ ഉള്ളത് സി ടൈപ്പ്. അത് ബ്രോയ്ക്ക് പറ്റും. ലൈറ്റ്നിങ് വേണമായിരുന്നു. അതെ, ഐഫോണിന്റെ ചാർജർ ഉണ്ടാവും, ലൈറ്റ്നിങ്. ഒന്ന് തരാം, അത്യാവശ്യമായിരുന്നു. പെട്ടെന്ന് തിരിച്ചുതരാം. തനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ താനും കൂടി വാ, നമുക്ക് ആ കടയിൽ വല്ലതും കുത്തിയിടാം. അല്ല, താൻ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കണം. അല്ല, അവർ വരുമ്പോൾ തന്നെ വിളിക്കൂലോ. ഒന്ന് തരാമോ? അത്യാവശ്യം ജീവിത പ്രശ്നമാണ്. ചേട്ടാ, ചായ ഉണ്ടോ? രണ്ട് ചായ. ചേട്ടാ, 2 ചായ. ചായ കുടിക്കില്ലേ? കടി എന്തേലും? കടയായിട്ടില്ല ചേട്ടാ, ഒരു ചായ മാത്രമേ ഉള്ളൂ. ഫോണൊന്ന് കുത്തിയിടാനായിട്ട്. ഫോൺ അവിടെ കുത്തിയാൽ മതി ചേട്ടാ. അല്ല, ചാർജർ അവിടെ അല്ലേ? അവിടെ. ചായ. രാജേഷ്. എൻ്റെ പേര് രാജേഷ്. ഞാൻ നേരത്തെ ബൈക്കിൽ വന്ന സമയത്ത് എൻ്റെ എക്സ് വിളിച്ചിരുന്നു. ഞാനാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. ഒക്കെ എന്നൊന്ന് പറയാനുണ്ട്. എനിക്കാണെങ്കിൽ അത് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് പണ്ടാടങ്ങാൻ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. എന്ത് ചെയ്യാനാ നമ്മുടെ ചാവടി. അല്ല, തന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ആയിരുന്നു ചേട്ടാ, ഒരു അഭിരാമി വിളിക്കുന്നു.
താങ്ക്സ് ഫോർ ദ ചാർജ്. കാര്യമൊന്നും ഉണ്ടായില്ല. അവള് വെറുതെ വിളിച്ചാണ് കല്യാണം വിളിക്കാൻ. ഞാൻ കുറെ പ്രതീക്ഷിച്ചു. എന്തായാലും താങ്ക്സ്. താറിയോ, ഞാൻ പൈസ കൊടുത്തിട്ട് വരാം. ശരി. അപ്പൊ ശരി, അവിടെ വെച്ച് കാണാം. എന്തിനുണ്ടെങ്കിൽ വിളിക്ക്. ഞാൻ ഈ ഏരിയയിലെ മെയിനാണ്. അഗെയിൻ താങ്ക്സ് ഫോർ ദ ചാർജർ. ശരി. ചേട്ടാ ഏ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ വരെ ഒന്ന് വന്നോട്ടെ. എന്തായിരുന്നു? വാഷ്റൂം യൂസ് ചെയ്യാനാ. വാഷ്റൂം ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഇല്ലേ? അത് യൂസ് ചെയ്യാനൊരു മടി. അല്ല, വീട്ടിലെ അമ്മയൊന്നും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. അത് കുഴപ്പമില്ല. അല്ല ഇത് അല്ല അത് പ്രശ്നമില്ല. അല്ല എന്നെ വിശ്വാസം ഇപ്പൊ എന്താ. അല്ല പാർക്കിൽ എന്തായിരുന്നു പ്രത്യേകിച്ച്? ഞാനും എൻ്റെ എക്സിനെ കാണാൻ വന്ന. എന്താ പ്രത്യേകിച്ച്? 2 ആഴ്ചയായി എൻ്റെ പ്രൈവറ്റ് ഫോട്ടോസ് വെച്ച് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. ചെറ്റനെ ഒന്ന് കൊല്ലണം. കൊല്ലണോ? വരുന്നില്ലേ? വരാണ്. അല്ല പക്ഷെ അമ്മ വൈകുന്നേരം വീട്ടിലുണ്ടാവുള്ളൂ. അത് കുഴപ്പമില്ല. പക്ഷെ താക്കോലൊക്കെ ചിലപ്പോ കൊണ്ടുപോണ്ടാവും. അവിടെ കാണാം. എന്റെ വീടല്ലേ? ഇതാ ചേട്ടൻ്റെ വീട്? അതെ. ഇതെന്നെ പണിയാ. കറണ്ട് ഉണ്ടായില്ല. കറണ്ട് പോകും. ഇവിടെയാണ് വാഷ്റൂം. അല്ല, ഒരു മിനിറ്റ്. ഓക്കെ. ജോസഫേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കാനിരിക്കുന്നു. നീ ഇങ്ങോട്ട് വിളിക്കണ്ടാ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഞാൻ വെറുതെ ഇരിക്കല്ലേ. എവിടെടാ എന്റെ പൈസ? അല്ല, ഞാൻ അതിന്റെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് റെഡിയാക്കിയിട്ടൊന്ന്. മോനെ രാജേഷേ, രൂപ 10,000 10,000 അല്ല. നിനക്ക് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 3.5 ലക്ഷം റുപ്യ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് തന്നേനെ. അല്ലാടെ ഞാനൊന്നും സെറ്റാക്കി തരാം. ഞാനതൊന്ന് കുറച്ച് ഫണ്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വെച്ചാൽ ഡിലേ വന്നപ്പോ അത് പറ്റിയതാ. നിന്റെ വണ്ടി കയ്യില് എന്തായാലും നിന്റെ പൈസ കിട്ടാൻ പോണില്ലേ? നീ നാളെ വണ്ടി എന്റെ വീട്ടിൽ കൊണ്ടുവച്ചോ. അല്ലട്ടാ, എന്താ പ്രശ്നം? നമ്മൾ ഫണ്ടിനൊക്കെ അതിനകത്തുള്ള ഓർഡർ. അപ്പൊ വണ്ടിയൊക്കെ കൊണ്ടുവച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ്. എന്നാ ശരി, നീ ആയിട്ട് പറഞ്ഞ ഡേറ്റിലൊന്നും നീ എനിക്ക് പൈസ തന്നല്ലേ. ഇപ്പൊ ഞാനായിട്ട് ലാസ്റ്റ് അങ്ങോട്ട് ഒരു ഡേറ്റ് പറയാം. അടുത്ത മാസം 23-ാം തീയതി, കറക്റ്റ് 23-ാം തീയതി എന്റെ പൈസ കിട്ടണം. കുഴപ്പമില്ല. 23-ാം തീയതി ഞാൻ എങ്ങനെയും സെറ്റാക്കി തരാം. 23-ാം തീയതി ഞാൻ റെഡിയാക്കാം. അല്ലെങ്കിൽ ഈ ജോസഫേട്ടൻ ആരാ നീ അറിയും? ഇല്ലില്ല, ഞാൻ എന്തായാലും റെഡിയാക്കാം. ശരി 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 ഏട്ടാ. ശരി. അമ്മ എവിടെ? അമ്മ അച്ഛനൊക്കെ വരും. ചേട്ടാ വിളിച്ചേ. ചേട്ടാ ഇതുണ്ടോ? ഇത് കണ്ടോ? ഇത് ഞാൻ അവന് കൊണ്ടുവന്ന ബ്ലാങ്ക് ചെക്കാ. അവൻ നാട് നീളെ പറഞ്ഞു നടക്കുക എന്റെ ചെലവ് മൊത്തം നോക്കിയത് അവനാണെന്ന്. അങ്ങനെയൊന്നുമല്ല, ഞാനാണ് അവനെ നോക്കിയത്. പക്ഷെ പ്രശ്നമില്ല, അവൻ എത്രയാ വേണ്ടെന്ന് വെച്ചാ പലിശയുടെ പലിശയും കൂട്ടി അവനെതിരെ എഴുതി എടുത്തോട്ടെ. ഈ ബ്ലാങ്ക് ചെക്കിലോ? അല്ല അപ്പൊ ഇതോ? എന്തായാലും അവൻ എന്റെ ജീവിതം കളഞ്ഞു. അപ്പൊ ഇനി അവനും ജീവിക്കണ്ട, എനിക്ക് അവനെ കൊല്ലണം. അല്ല, ഇതിനൊക്കെ കുത്തി കഴിഞ്ഞാ ആള് ചത്തുപോകും. ഒന്ന് ആലോചിക്ക. അവനൊക്കെ ഒന്ന് കൊച്ചു ജയിലിൽ പോയിട്ട് ആർക്കെന്ത് കിട്ടാനാ? ആലോചിക്ക്. ചേട്ടാ എന്റെ ജീവിതം, എന്റെ ഫോട്ടോസ് അവൻ്റെ കയ്യിലല്ലേ. എന്റെ കൊച്ചെ, ഇൻസ്റ്റാ സബ്സ്ക്രിപ്ഷൻ മറ്റേ ഉള്ള സമയത്തോ ഇതൊക്കെ ആര് ചിന്തിക്കാൻ? ഈ നേരത്തെ ഒരു ഫോട്ടോ. ശരിയാണല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യണ്ട അല്ലേ? വേണ്ട. അത് ചേട്ടൻ വെച്ചോ. ഇതെനിക്ക് വേണ്ട. ഇത്ര പൈസ ഞാൻ എന്ത് ചെയ്യാനാണ്? ചേട്ടന് വേണ്ടേ? വേണ്ട, എനിക്ക് വേണ്ട. എന്നത് ഞാൻ കളഞ്ഞേക്കാം. എന്ത് കാര്യത്തിന്? എന്റെ കൊച്ച ഈ കൊച്ചിന് വെറും പേപ്പറാണ്. ഇതിന്റെ മനുഷ്യനെ വേണ്ട കഷ്ടപ്പാട് കൊച്ചിന് അറിയാൻ പാടില്ല. ശരി ചേട്ടാ, എനിക്ക് ക്യാഷിന്റെ വിലയൊന്നും അറിയത്തില്ല.
ചെറുപ്പം തൊട്ട് കുറെ ക്യാഷ് കണ്ട് വളർന്നോണ്ടായിരിക്കും എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. പപ്പയ്ക്കും മമ്മിക്കൊക്കെ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും എന്നെ നോക്കാനെന്നുള്ള സമയം കിട്ടിയിട്ടില്ല. എപ്പോ നോക്കിയാലും ക്യാഷ് ക്യാഷ് ക്യാഷ്, ബ്ലഡി ക്യാഷ്. അതെങ്ങനെയാ? കൊച്ചിയിലെ നമ്പർ 2 റിച്ചസ്റ്റ് സ്റ്റോൺ ബിൽഡർ അല്ലേ? അപ്പൊ ഇനി കേരളത്തിലെ നമ്പർ 1 ആവണായിരിക്കും. അതുകൊണ്ടൊക്കെയാ ആ തെണ്ടി വന്ന് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ഞാനും വീണു പോയത്. എനിക്ക് അവനെ എൻ്റെ പപ്പയെ കൊണ്ട് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഏട്ടാ. പക്ഷെ അതിനു മുമ്പ് അവൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു. അതെന്തായാലും നന്നായി. അല്ലെങ്കിലും ജീവിതം അങ്ങനെ നമ്മളെ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്തത് കാര്യം അല്ല തരുത്തും ദൈവേ. ഇപ്പൊ എനിക്ക് നല്ല സങ്കടമുണ്ട് ചേട്ടാ. ഇപ്പൊ ചേട്ടനെ കണ്ടപ്പോ ഞാൻ കുറച്ച് കൂളായി. അല്ലേ പറഞ്ഞിട്ട് എന്തിനാ? ചേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ അവനെ കൊന്ന് ഞാൻ എൻ്റെ ജീവിതം ഒതുക്കിയാനെ. ഈ കത്തി ചേട്ടൻ വെച്ചോ, മാങ്ങാപ്പുളവെല്ലാം ഉപയോഗിക്കാം. എന്നെ ഈ ജംഗ്ഷനിലൊന്നും ആക്കി തരുമോ? ഞാൻ പപ്പായെ വിളിച്ചു വരുത്തിക്കോളാം. അതിനെന്താ? ചേട്ടാ ചേട്ടൻ എക്സ് പോയാൽ ചേട്ടൻ വിഷമല്ലേ? എനിക്ക് ഈ വണ്ടി സ്റ്റാർട്ടാവത്തിൽ ചെറിയ വിഷമമുണ്ട്. വിഷമം എന്നാലും എൻ്റെ കുട്ടി ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ക്രിക്കറ്റ് കളി പോലെയാണ്. ക്രിക്കറ്റ് ഗ്രൗണ്ട് അല്ലേ? അതായത് ഇപ്പം നമ്മൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പം നമ്മളൊരു ബോൾ ഔട്ടായി, അപ്പം നമ്മൾ എന്ത് കഴിക്കണം? ആ ബോൾ 6 അടിക്കായിരുന്നു, ഒന്നും വേണ്ട 4 അടിക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു സിംഗിളെങ്കിലും ഇടായിരുന്നു, ഒന്നും വേണ്ട ഒരു ലീവെങ്കിലും ചെയ്യായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ നമ്മൾ ഔട്ടായില്ലേ, ഞാൻ ആലോചിച്ചിട്ട് എന്താ കാര്യം? മനസ്സിലായില്ല? ചേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല? ഉള്ളിൽ അർത്ഥണ്ട്, ആലോചിക്ക്. ആ ചേട്ടനെ കേട്ടാവോ? അല്ല എന്റെ ന്യൂഡ് പിക്സും വീഡിയോസും ഒക്കെ അവൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളല്ലേ. അപ്പോ അങ്ങനെ ഒരാൾ എന്റെ ലൈഫിലേക്ക് വരുന്നോണ്ട് എന്താ പ്രോബ്ലം? അതായത് ഈ വീടും ചുറ്റുപാടൊക്കെ കണ്ടിട്ട് ഒന്നും തോന്നണ്ട, ഇതൊക്കെ റെന്റാണ്. ഞങ്ങളൊരു 4 കൂട്ടുകാർ കൂടിയിട്ടേ. പിന്നെ ഞാൻ ഇത്രത്തോളം കടത്തില്ല. അത് ഈ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ചേട്ടൻ അത് വിട്, ചേട്ടൻ എന്നെ കെട്ടാൻ പറ്റുമില്ലേ? നിർബന്ധമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു മിനിറ്റ് വരൂ പ്ലീസ്. താങ്ക് യു. ഈശ്വര, ഞാനൊരു കേരള ലോട്ടറിയാണ് ചോദിച്ചത്, നീ എനിക്കൊരു ദുബായ് ബമ്പറാണ് തന്നത്. ഞാൻ എപ്പോഴെങ്കിലും ദൈവമില്ല, ദൈവം വിളി കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കണം. ദൈവമുണ്ട്, ദൈവം വിളി കേൾക്കും, ദൈവം മാറി കോരി തരും. ഈശ്വര, താങ്ക് യു. കുട്ടി ഓക്കെ, എനിക്ക് സമ്മതമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ. എന്നോട് ഇത്രയൊക്കെ ചെയ്തതല്ലേ, അവനോട് ചേട്ടൻ പ്രതികാരം ചെയ്യണം. അതൊക്കെ ചെയ്യല്ലേ, എന്തിനാ? ഒരു തല്ലെങ്കിലും കൊടുക്കണം. ചുമ്മാ അതൊക്കെ വേണോ? ചേട്ടന് ചെയ്യാൻ പറ്റുമല്ലേ? ഒരു തല്ല് ആ സീനിൽ സെറ്റാക്കാം. അപ്പോൾ ഇനി രംഗം സംഘട്ടനമാണ്. അപ്പോൾ ഇച്ചിരി മാസം ലുക്ക് ചേഞ്ച് പിടിക്കാം. എനിക്ക് അല്ല, ആ തെണ്ടി ഇവിടെ തന്നെ ആണെന്ന് ഉറപ്പ്. ഇന്നിപ്പോൾ ഏതെങ്കിലും പെമ്പിള്ളാരെ വളയ്ക്കാൻ വേണ്ടി അവൻ ഇവിടെ തന്നെ വന്നിട്ടുണ്ടാവും. എന്നാ വീണ്ടും സങ്കടം. നമ്മോട് വെയിറ്റ് ചെയ്യും. അവൻ്റെ ഉപഗ്രഹ വിഷയമാണ് ഞാൻ തല്ലി താർക്കും. ഞാൻ
കുട്ടി ആ തുണി ഒന്ന് നോക്കിക്കേ. അല്ല, ഡ്രസ് ഒന്ന് നോക്കിക്കേ. ലോ ആംഗിളിൽ നിന്നൊരു ഫോട്ടോ എടുക്കാം. ഇത് കൊള്ളാം. ആരാ? ഞാൻ നിന്റെ ഹൈ ആംഗിൾ എടുക്കാൻ വന്നവനാടാ. ഏതാ കേസ്? അപ്പൊ നിനക്ക് ഒരുപാട് കേസുണ്ട്. അയ്യോ അയ്യോ പൊന്നു പെങ്ങളെ കാമപ്രാന്തരമാ പോയി രക്ഷപ്പെടാൻ നോക്കി. നിനക്കെന്തിനാണ് മുടിക്കെട്ട്? നീ ഒരു അമ്മുണിയാകുമ്പോ ഏയോട്ടന്റെ നാലോട്ടന്റെ പേര് വെച്ചാൽ നിന്റെ കാമസൂത്രം. ഞാൻ കാമപ്രാന്തരല്ല. നീ ഏതാ? എടാ ഞാൻ ആരാന്നല്ലേ? ഞാൻ രമ്യ, സന്ധ്യ, അല്ലല്ല. മിൻമിനി. എനിക്കുള്ള പേരറിയില്ല. പെൺകുട്ടി ആ ഇത് എന്റെ അല്ല. അതൊക്കെ എന്റെ അവിടെ കിടന്നോട്. വിഷയത്തിൽ തെന്നി മാറ്റണം. നീയാ? അതെ ഇവൾ. എന്ത് കരുതി ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്നോ? നിനക്കിതുവരെ മതിയായില്ലേ? എന്റെ പെൺകുട്ടി ഇവനോടൊക്കെ എന്ത് സംസാരം. എടാ തെണ്ടി, നീ വേണ്ടാന്ന് വെച്ചാ, നീ ഒഴിവാക്കിയ, നീ പറ്റിച്ചു വിട്ട ഈ പെൺകുട്ടിയെ ഈ ചേരപ്പറമ്പിൽ രാജേഷ് സ്വന്തം പെണ്ണാക്കിയിട്ട് കെട്ടി കൂടപ്പിടിപ്പിക്കാൻ നീ കാണ്. അതല്ല താരി കിട്ടത്. എടാ എടാ അങ്ങനെ ചെയ്യില്ല. സാക്ഷി വേണ്ടേ? സാക്ഷി സാക്ഷി നീ ഇവളും സാക്ഷി. നമ്മള് നമ്മള് വേണ്ട. നമ്മളല്ലേ? ഇല്ല. നിങ്ങൾ സാക്ഷി. നമ്മുടെ കല്യാണം കഴിഞ്ഞവരെ ഞാൻ അച്ഛൻ ഡാഡി പപ്പയെ വിളിച്ചു ഓ അത് വേണം. പപ്പയും മമ്മിയും എല്ലാരും വിളിച്ചു പറയണം. ശരി ശരി പോയി പറ. പിന്നെ നമ്മൾ വൈകുന്നേരം അവിടെ വരുന്നത് പറയണം പപ്പയോട്. ഞാൻ പ്രത്യേകം അന്വേഷിച്ചു പറ. ശരി. എടാ നീ വെറും മണ്ടനാ. ഇത്രയും നല്ലൊരു പടച്ചാക്കോടെ ഒരു പെൺകൊച്ചിനെ കിട്ടിയിട്ട് നീ അവളെ ന്യൂഡേ പിക്കെടുത്ത് അവളെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ആ സൗഭാഗ്യം ഇവിടെ 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 എനിക്കടിച്ചു. അത് ഒരു ബമ്പർ ലോട്ടറി പോലെ, ദുബായ് ബമ്പർ ലോട്ടറി. നിനക്ക് അടിക്കാൻ പോണേ ഉള്ളു മോനെ. എടാ ഇത് കണ്ണുകടി, മറ്റൊരു നന്നാവുമ്പോഴുള്ള കണ്ണുകടി. നീ അവളെ പാർക്കി വെച്ചില്ലേണ്ടത്? അവളെ ഒരു ബ്ലാങ്ക് കേക്കില്ലേ? എനിക്ക് 2 ലക്ഷം രൂപ ഓഫർ ചെയ്ത്. നിനക്ക് എത്രയാ? എനിക്ക് ഇവിടെ എഴുതി തൊളാനാ പറഞ്ഞത്. ഇഷ്ടമുള്ളത്. അവളൊരു കത്തിയില്ലേ? തനിക്കെങ്ങനെ അറിയാം? ഇനി ക്യാമറ തവണ അവണ്ട. വേറെ ക്യാമറ ഒന്നും വെച്ചിട്ടില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പായി, നീ പെട്ടു. അത് കുഴപ്പമില്ല. ഞാൻ റിച്ച് സെറ്റപ്പിലല്ലേ പെട്ടത്. അവൾ അച്ഛനെന്താ ജോലി? സ്റ്റോൺ ബിൽഡർ. സ്റ്റോൺ ബിൽഡർ. സ്റ്റോൺ ബിൽഡർ. അതിന്റെ മലയാളം എന്ന് പറഞ്ഞു കല്ലുമണി. വെറും കല്ലുമണിയല്ല, കരിങ്കല്ലുമണി. തച്ചിന് 750 രൂപ. ഇനി വേറൊരു കാര്യം പറയട്ടെ. നിന്റെ അടുത്ത് വേറൊരു ടെസ്റ്റ് പറയട്ടെ. നിനക്ക് ഞാനാരെന്നറിയും? ഞാൻ ഡോക്ടർ സുധി കോപ്പൻ. എടാ മണ്ടംകുണാപ്പ, അവൾക്ക് മുഴു ഭ്രാന്ത. അവളെൻ്റെ പേഷ്യൻ്റാ. പണ്ട് ഏതോ ഒരുത്തങ്ങാണ്ട് അവളെ ഇട്ടിട്ട് പോയതിനു ശേഷം അവൾക്ക് ഭ്രാന്തായി. ഇപ്പൊ ഞാനാന്ന് പറഞ്ഞ് എന്നെ കൊല്ലാൻ നടക്കുക. പക്ഷെ ഇപ്പൊ ഞാൻ സേഫാ. ഇപ്പൊ നീയാണ് പെട്ടത്. അല്ല ഡോക്ടർ എന്നെ രക്ഷിക്കണം. സുധി കോപ്പനെ നിനക്കത് വായ തുറന്ന് പറയാൻ പാടില്ലേ? എടാ പേങ്ങ, നിന്റെ അണ്ണാക്കി കയറിയല്ലേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് വേണ്ടാന്ന്. അപ്പൊ നീ താലിയും കൊണ്ട് അങ്ങോട്ട് പോയി. ഇനി അനുഭവിച്ചോ. ഇനി 1 കൊല്ലം വേണം നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യും. അതുവരെ ഞാൻ ജീവിക്കുന്ന എന്താ ഉറപ്പ്? എനിക്കൊന്നും അറിഞ്ഞൂടാ. രാജേഷ് ഏട്ടാ. ഓ പോവാ.